വരുന്ന സ്റ്റുഡൻസ് ഏറ്റവും ഈസിയായി തിരഞ്ഞെടുക്കുന്ന ഒരു കോഴ്സാണ് MBA അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ്, IBM ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ്. അതും അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ലൈക്ക് MSc ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്, അങ്ങനെ കുറേ കോഴ്സുകൾ എടുത്തിട്ട് നമ്മൾ UK എന്താ ഒരു വേ ആയിട്ട്, നമുക്ക് UK കയറി വരാനുള്ള ഒരു വേ ആയിട്ട് മാത്രം എടുത്തിട്ട് വരുന്നവരുണ്ട്. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ MBA എടുത്തിട്ടാണ് വന്നത്. നാട്ടിൽ MTech കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈസി ആയിട്ട് ഇങ്ങോട്ട് കയറി വരാൻ ഒരു മാർഗം എന്ന് കരുതിക്കൊണ്ടായിരുന്നു ഞാൻ മാസ്റ്റേഴ്സ് എടുത്തത്. ഞാൻ വരുന്ന സമയത്ത് പോസിറ്റീവ് വർക്ക് വിസ അനൗൺസ് ചെയ്തിട്ടില്ല, കെയർ വിസ ഇല്ല. പക്ഷേ ഒരു 2 years നമുക്കിവിടെ നിന്നിട്ട് പിന്നീട് നമുക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കി ആ ഒരു ടൈം പീരീഡിൽ ഡിപ്പെൻഡിങ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കി നമുക്ക് തിരിച്ചു പോകാം എന്നൊരു തെറ്റിദ്ധാരണയും കൊണ്ട് വന്ന ഒരുപാട് പേരുണ്ട്. ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് നമ്മൾ. അതിൽ കുറച്ച് ഏജൻസിയുടെ പങ്കുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പങ്കുണ്ട്, കുറച്ച് ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ, നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു പങ്കുമുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു ടൈമിൽ ഒരുപാട് വീഡിയോസോ, ഞങ്ങൾ കയറി വരുന്ന സമയത്ത് UK പറ്റിയോ അല്ലെങ്കിൽ UK കോഴ്സിനെ പറ്റിയോ നമുക്ക് ഒരുപാട് ചോദിച്ചറിയാനുള്ള ഏജൻസീസോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാരോ കുറവായിരുന്നു. അപ്പം നമ്മുടെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചായിരുന്നു നമ്മളന്ന് കയറി വന്നത്. അപ്പം MBA മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസിലും ഞാൻ അന്ന് ട്രൈ ചെയ്തപ്പോൾ MBA വിത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അതായത് നമ്മളിപ്പം MBA എടുക്കുന്നുണ്ടെങ്കിൽ വിത്ത് എക്സ്പീരിയൻസ് നിന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പം MBA കോഴ്സ് എടുക്കണമെങ്കിൽ നമുക്ക് ആ ഒരു റിലേറ്റഡ് വർക്ക് ഫീൽഡിൽ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമായിരുന്നു. നമ്മുടെ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ടൈം പീരീഡിൽ, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടൈം പീരീഡിൽ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേസ്മെൻറ്റോ അതും അല്ലെങ്കിൽ നമുക്കൊരു വർക്ക് എക്സ്പീരിയൻസോ ഉണ്ടായിരിക്കണമായിരുന്നു. മിനിമം 3 years എങ്കിലും വേണമെന്ന് പറയുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ആ ഒരു ടൈം പീരീഡിലും നമുക്ക് ഇങ്ങോട്ട് കയറി വരാനുള്ളൊരു മാർഗ്ഗം, അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരാൻ എക്സ്പീരിയൻസ് ഇല്ലാതെ കയറി വരാനും അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ചില ക്രൈറ്റീരിയാസ് വെച്ചിട്ട് നിങ്ങൾക്ക് IELTS വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇത്ര മാർക്ക് വേണം, നിങ്ങളുടെ ബാച്ചിലേഴ്സിന് ഇത്ര മാർക്ക് വേണം, കുറച്ച് കൂടുതൽ പെർസെൻറ്റേജ് അവർ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പോസിറ്റീവ് വർക്ക് വിസ അനൗൺസ് ചെയ്തു, ആൾക്കാർ ഒരുപാട് കയറി വരാൻ തുടങ്ങി, സ്റ്റുഡൻസ് ഒരുപാട് കയറി വരാൻ തുടങ്ങി. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചുകൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റികളിൽ ആൾക്കാർ കുറയാൻ തുടങ്ങി. അങ്ങനെ കണ്ടപ്പം ഇവർക്കൊരു ബിസിനസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ കുട്ടികൾ, അതായത് UK സിറ്റിസൺസ് കൊടുക്കുന്ന ഒരു, ഇപ്പം എൻ്റെ ഒരു കോഴ്സിന് ആ സമയത്ത് 6000 പൗണ്ടേ ഉള്ളായിരുന്നു UK സിറ്റിസൺസിന്. പക്ഷേ നമ്മൾ പേ ചെയ്തത് 16000 പൗണ്ടായിരുന്നു. 10000 പൗണ്ടിൻ്റെ വ്യത്യാസം നമുക്ക് ആ ഒരു കോഴ്സിന് മാത്രം, ഒരാൾക്ക് ആ ഒരു കോഴ്സിന് മാത്രം ഉണ്ടായിരുന്നു. അത്രയും ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം അവർക്കൊരു കച്ചവടമാണ്. ഇത്രയും വലിയൊരു തുക അവർക്ക് സെയിം മൊഡ്യൂൾസ്, സെയിം ലെക്ചേഴ്സ്, സെയിം ആൾക്കാരെ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അതായത് ഇവിടുത്തെ സിറ്റിസൺസിനെ മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല എന്ന് മനസ്സിലായി. അവർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ കൊണ്ടുവരാൻ വേണ്ടി പിന്നെയും കുറേ യൂണിവേഴ്സിറ്റീസ് ഈ 0 എക്സ്പീരിയൻസ് ആക്കി, അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർവ്യൂ ഇല്ലാതെയാക്കി, പിന്നെ ഒരുപാട് മൊഡ്യൂൾസൊക്കെ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള, നമുക്കും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് കൊണ്ടുവരാൻ തുടങ്ങി. MBA തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ കൊണ്ടുവരാൻ തുടങ്ങി. അല്ലെങ്കിൽ വേറെ കോഴ്സുകൾ, ബിസിനസ് മാനേജ്മെൻറ്റോ ഇൻ്റർനാഷണൽ ബിസിനസ്, അങ്ങനെയുള്ള കോഴ്സുകളും കൂടുതൽ അവർ ഉൾപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെയായപ്പം ഇപ്പോൾ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആൾക്ക് ഇങ്ങോട്ട് കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ടില്ലാതെ MBA എടുത്ത് കയറി വരാം എന്നൊരവസ്ഥയിലായി. പക്ഷെ നമ്മൾ ആരും ആ ഒരു ടൈമിൽ ചിന്തിച്ചിട്ടില്ല, MBA റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ചുരുക്കം ജോലികൾ മാത്രമേ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുള്ളൂ. അതും ഒരുപാട് ഇവിടുത്തെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് യൂറോപ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ ജോലി ചെയ്യുന്നത്. അപ്പം അത്രയും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ അത്രയും കുറവാണ് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ അത്രയും കുറവായിട്ട് നിൽക്കുമ്പം ഒരുപാട് ക്രൈറ്റീരിയാസ് കാണും അങ്ങനെയുള്ള ആ ഒരു ജോലി കിട്ടാൻ വേണ്ടി. അപ്പം വിസ കിട്ടുന്ന ഒരു ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. അപ്പം ഞാൻ MBA റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തു. ഞാനൊരു ഷോപ്പിൽ ആദ്യം കയറി, അത് കഴിഞ്ഞിട്ട് കസ്റ്റമർ അസിസ്റ്റൻ്റ് ആയിട്ട് കയറി, പിന്നീട് ഞാൻ മാനേജർ ലെവലിൽ വരെ വന്നായിരുന്നു. പിന്നെ പോസ്റ്റ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ദ തിങ് ഈസ് ദേ കാൻ പ്രൊവൈഡ് സ്കിൽഡ് വർക്കർ വിസ സ്പോൺസർഷിപ്പ്. അപ്പം ആ സമയത്ത് നമുക്ക് വേറൊരു മാർഗ്ഗവും ഇല്ല എന്നിരുന്നത് കണ്ട സമയത്ത് നമുക്ക് തിരിച്ചു പോകണം. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത്ര ക്യാഷ്, നമ്മൾ മുടക്കിയ ക്യാഷൊന്നും നമുക്ക് ആ ഒരു ടൈം പീരീഡിൽ ഏൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ ആ ഒരവസ്ഥയിൽ ആയിരുന്നു പോസിറ്റീവ് വർക്ക് വിസയുടെ രംഗപ്രവേശനം. ഇത് നേരത്തെ UK ഒരു കാര്യമായിരുന്നു. പിന്നീട് അത് നിർത്തലാക്കി, ഒരുപാട് സ്റ്റുഡൻസും ഡിപ്പെൻഡൻസും വരാൻ തുടങ്ങിയതോടെ അത് നിർത്തലാക്കി പോസിറ്റീവ് വർക്ക് വിസയിലേക്ക്, പിന്നെ അത് നിർത്തലാക്കിയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തതായിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നീടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. MBA എന്ന് പറയുന്ന കോഴ്സ് അല്ലെങ്കിൽ ഏജൻസികൾ പറയുന്ന ഒരു മോഹന വാഗ്ദാനങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസിൽ ജോലി കിട്ടാൻ പാടാണ്. അപ്പം ആ ഒരു കാര്യങ്ങൾക്ക് ഇനിയും നിങ്ങൾ ഇവിടെ MBA എടുത്തിട്ട് വന്നാൽ കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ, പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് MBA എടുത്തവർക്കോ അല്ലെങ്കിൽ IBM എടുത്തവർക്കോ അല്ലെങ്കിൽ ഇനി എടുക്കാൻ പോകുന്നവർക്കോ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഗൈസ്, എൻ്റെ പേര് സ്മിത. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്നാക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യം, നമുക്ക് എക്സ്പീരിയൻസ് മസ്റ്റാണ്. എക്സ്പീരിയൻസ് ഒരു ഏത് ജോബ് ഫീൽഡ് നമ്മൾ നോക്കിയാലും, എസ്പെഷ്യലി നമ്മുടെ വിസ കൊടുക്കുന്ന സ്കിൽഡ് വർക്കറിൽ ജോബ് കിട്ടാൻ വേണ്ടി നോക്കുമ്പം MBAയുടെ കാര്യത്തിൽ എക്സ്പീരിയൻസ് ഭയങ്കര, MBA എന്നല്ല, നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ജോലി നോക്കിയാലും ഒരു എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചുരുക്കമാണ്. അവർ അത്രയും കാലിബർ ആയിരിക്കണം, അല്ലെങ്കിൽ അവർ ആ ഒരു ഇൻറ്റേൺഷിപ്പ് ടൈമിൽ അവർ നല്ലൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയി കാണും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ പുറകിൽ. അപ്പം വളരെ ഒരു 95% എങ്കിലും ഞാൻ പറയും വളരെ പാടാണ് ഇത് എക്സ്പീരിയൻസ് ഇല്ലാതെ ജോലി കിട്ടാൻ. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ആണ്. ഒരു 0 to 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫീൽഡിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് ഇവിടെ ചാൻസസ്. അങ്ങനെ ആയിരുന്നു പണ്ടും, ഇപ്പോഴത് കൂടുതൽ കോമ്പറ്റൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിൽ MBA കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ കുറവാണ്. ഒരുപാട് ജോലികൾ മറ്റേ ഹെൽത്ത് റിലേറ്റഡും സോഷ്യൽ വർക്ക് റിലേറ്റഡും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡും ഒക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കിൽഡ് വർക്കർ വിസ ആവശ്യമുണ്ട്. നമ്മളെപ്പോലുള്ളവർ വരുമ്പം നമുക്ക് വർക്കർ വിസ തരണമെങ്കിൽ കമ്പനി അത്രയും പൈസ മുടക്കി നമ്മളെ നിർത്തണമെങ്കിൽ നമ്മൾ അത്രയും കാലിബർ ഉള്ളവരായിരിക്കണം. ഇവിടുത്തെ ആൾക്കാർ തന്നെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ യൂറോപ്യൻസ് തന്നെ ഉള്ളപ്പോൾ അവർ നമ്മളെപ്പോലുള്ള ആൾക്കാരെ എടുക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ എക്സ്പീരിയൻസ് പരിചയക്കുറവ്, പ്രത്യേകിച്ച് UK എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ നമുക്ക് പരിചയക്കുറവുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് UK ഡിഫറെൻ്റ് ആണല്ലോ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം. ഞാൻ പറഞ്ഞിപ്പോൾ വരുമ്പോൾ നിങ്ങൾ പറയും എല്ലായിടത്തും സെയിം തന്നെ ആയിരിക്കും, പക്ഷേ ഒരു ബേസ് സെയിം ആയിരിക്കുമെങ്കിലും കാര്യമായിരിക്കും അവർ പ്രിഫർ ചെയ്യുക. ഒന്നാമത് ലാംഗ്വേജിൻ്റെ കാര്യം, രണ്ടാമത് എക്സ്പീരിയൻസ്, പിന്നെ അവർക്ക് മോർ കംഫർട്ടബിൾ ഇവിടുത്തെ ആൾക്കാർ തന്നെ ആയിരിക്കും. പിന്നെ നമ്മുടെ സ്കിൽഡ് വർക്കർ വിസ, സ്കിൽഡ് വർക്കർ വിസയും കൂടെ തന്ന് നമ്മളെ എടുക്കണമെങ്കിൽ ഒരു 5 years എബോ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അവർ നമ്മളെ എടുക്കും, നമ്മൾ വർത്താണെന്ന് അവർക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് നമ്മൾ GCC കൺട്രീസിലൊക്കെ വർക്ക് ചെയ്തിട്ടാണ് വരുന്നത്, അവിടെ ഒരു 5 years എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, മോർ ദാൻ അത്ര ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ കുറച്ചും കൂടെ ചാൻസ് ഉണ്ട്. പക്ഷേ എളുപ്പമായിരിക്കത്തില്ല. നമുക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂറോപ്യൻസുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ പ്രോജക്റ്റ് ഒക്കെ തരുമ്പോൾ നമുക്കത് ചെയ്യാൻ നമ്മുടെ സ്പീഡ്, പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ലാംഗ്വേജ് എല്ലാം നോക്കിക്കഴിയുമ്പോൾ അവരാണ് ഒരുപടി നിൽക്കുന്നതെങ്കിൽ അവർക്ക് പോകാനാണ് ചാൻസ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞ പോലെ പോസ്റ്റഡി വർക്ക് വിസ സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ ഒരു പ്രോപ്പർ കമ്പനിയിൽ നമ്മൾ പ്ലേസ്ഡ് ആവാത്തത് ഒരു കാരണമാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാർ വരുമ്പം ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി എൻ്റെ പ്ലേസ്മെൻറ്റ് ടൈമിൽ എനിക്ക് എൻ്റെ കമ്പനിയിൽ കിട്ടിയതായിരുന്നു, മാനേജർ ലെവലിൽ കിട്ടിയതാണ്. പക്ഷേ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ റിജക്റ്റ് ആക്കി. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കമ്പനി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളായിരുന്നു, 2 years ആയതേ ഉള്ളൂ. അപ്പോൾ അത്രയും ചെറിയ ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, MBA പോലെ മാസ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അത്രയും ചെറിയ കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യില്ല എന്നൊരു കാരണം കൊണ്ട് മാത്രം എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല. അപ്പം നമുക്ക് അതുപോലെ ഒരുപാട് നെറ്റ്വർക്കിംഗ് ഉള്ള ഒരു കമ്പനിയിൽ നമുക്ക് കിട്ടണം. അങ്ങനെ ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലേസ്മെൻറ്റ് കോളേജിൽ നിന്ന് അപ്രൂവ് ആക്കും. അപ്പോൾ അതിന് പകരം ഞാൻ അന്ന് ചെയ്തത് ഒരു പ്രോജക്റ്റായിരുന്നു. പക്ഷേ അത് എനിക്ക് അത്ര വലിയ ഒരു ഡിസർട്ടേഷൻ ചെയ്തത്, നമ്മൾ പ്രോപ്പർ ഡിസർട്ടേഷൻ ചെയ്തു, അത് എല്ലാവരും ചെയ്യണം. അതിന് കഴിഞ്ഞിട്ട് എനിക്കൊരു എക്സ്ട്രാ പ്രൊജക്റ്റും കൂടെ തന്നു. അത് ഭയങ്കര എനിക്കൊരു സ്കില്ല് എൻ്റെ ഇമ്പ്രൂവ് ആയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലായിരുന്നു ആ ഒരു ടൈമിൽ. അതിനുശേഷം നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഈ കോഴ്സ് എടുത്ത് വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താ, പാർട്ട് ടൈം ജോബ് ചെയ്ത് നമ്മുടെ ലോൺ അടയ്ക്കാനോ അല്ലെങ്കിൽ നമ്മൾ മുടക്കിയ പൈസ തിരിച്ചു പിടിക്കാനോ ആയിരിക്കും നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ ഒരു ടൈമിൽ നമുക്ക് പെയ്ഡ് പ്ലേസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ മാത്രമേ നമ്മൾ പോവുള്ളൂ. അൺപെയ്ഡ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ്, അതായത് ചില കമ്പനീസ് നമുക്ക് പ്ലേസ്മെൻറ്റ്സ് നമുക്ക് ഓഫർ ചെയ്യും, പക്ഷേ അവർ ശമ്പളം ഒന്നും തരത്തില്ല. ആ ഒരു ടൈമിൽ നമ്മളെപ്പോലുള്ള കുട്ടികളുടെ ഒരു സാഹചര്യം, നമുക്ക് പൈസയും കൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലേസ്മെൻറ്റ് നമ്മൾ എടുക്കില്ല.
അപ്പം അങ്ങനെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പോകും. പക്ഷേ മേ ബി ഒരു 1 ഇയർ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ തന്നെ നമുക്ക് പോസിറ്റീവ് വർക്ക് വിസയിലും 2 വർഷം കൂടെ നിന്ന് കഴിഞ്ഞാൽ 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് നമുക്ക് അവിടെ നിന്ന് ഗെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അവർ സ്കിൽഡ് വർക്കർ വിസയിലേക്ക് നമ്മുടെ കാലിബർ അനുസരിച്ച് അവർക്ക് തരാൻ തോന്നിക്കഴിഞ്ഞാൽ അതൊരു ലക്കും കൂടെയാണ്. അപ്പം അത് നെറ്റ്വർക്കിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയി. അതൊരു ഷോർട്ട് ടൈം പീരീഡിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. ഷോർട്ട് ടൈം പീരീഡ് എക്സ്പീരിയൻസേ ഉള്ളൂ. മാത്രമല്ല അതൊരു സ്മോൾ ബിസിനസ്സും കൂടെയാണ്. അതുപോലുള്ള ബിസിനസ്സിൽ നമ്മൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലുള്ള ഒരു സ്മോൾ കമ്പനിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാനോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഈ ഒരു ചെറുകിട സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ചെറുകിട ബിസിനസ്സുകളിൽ നമ്മൾ അവിടെ ജോലി ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആയിരിക്കും ഈസിലി നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു ജോലി ലഭിക്കുക. പക്ഷേ ഒരു ലാർജ് മാർക്കറ്റിംഗ് സെക്ഷനിലേക്ക് നമുക്ക് ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു നെഗറ്റീവ് നമുക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മേ ബി സ്കിൽഡ് വർക്കർ വിസ കിട്ടാത്ത ജോലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ട് പിന്നെയും നമ്മളെ അവിടെ തളർത്തും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു വിസ ഫോക്കസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അത് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞത് നെറ്റ്വർക്കിംഗ്. നമ്മൾ വന്നു കഴിയുമ്പം നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മൾ കണ്ട ഇംഗ്ലീഷ് ഒന്നുമല്ല ഇവിടെ പറയുന്ന ഇംഗ്ലീഷ്, ഇതൊക്കെ ഇംഗ്ലീഷോ ഇതായിരുന്നു ഇംഗ്ലീഷ് എന്നൊക്കെ തോന്നി പോകുന്ന ഒരു സമയമുണ്ട്. പിന്നെ ഇവിടുത്തെ വെതറും കൂടെ കാരണം നമ്മൾ കൂടുതലും നമുക്ക് കംഫർട്ട് സോണിൽ നിൽക്കാൻ നോക്കും. നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ റെക്കമെൻഡേഷൻ വഴിയുള്ള ജോലിക്ക് കയറാനും അങ്ങനെ ഒന്ന് സെറ്റിൽ ആവാനുമാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക. അപ്പം അതൊരു നെഗറ്റീവ് പോയിൻ്റാണ്. കാരണം നമുക്ക് ഇപ്പം ലിങ്ക്ഡിൻ വഴിയോ അങ്ങനെയൊക്കെ നമ്മൾ നെറ്റ്വർക്കിംഗ് നമ്മൾ ശക്തമായിട്ടിരിക്കണം. നമ്മൾ ഒരു ചെറിയ ഒരു ജോലി വന്നാൽ പോലും നമുക്കത് അറിയണം, നമുക്കതിന് നോട്ടിഫിക്കേഷൻ കിട്ടണം, നമുക്ക് ആ കമ്പനിയുമായിട്ട് ഒരു ചാറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. അവർ ഇൻ്റർവ്യൂ വിളിച്ചാൽ പോലും തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ഉണ്ടായിരിക്കണം. നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ മത്സരിക്കാൻ പറ്റണം. നമ്മുടെ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. മേ ബി അവരെക്കാട്ടി ഐഡിയാസ് നമുക്ക് കാണും, പക്ഷേ അത് നമുക്ക് പ്രോപ്പർ വേയിൽ പറയാൻ അറിഞ്ഞുകൂടായിരിക്കും. അതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇനി UK വന്നു കഴിഞ്ഞാൽ, ഇനി MBA ഉള്ളവർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം MBAയോ IBMോ എടുത്ത് ഇങ്ങോട്ട് വരിക. അല്ലെങ്കിൽ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ. അപ്പം അത് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് പറയണമെങ്കിൽ നമ്മൾ ആ ഒരു ജോബ് മാർക്കറ്റ് ഫീൽഡിൽ കോമ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് പറ്റാഞ്ഞിട്ട് നമ്മൾ വേറെയിലോട്ട് മാറിയത്. മേ ബി ഇൻ ഫ്യൂച്ചർ ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട് സൈഡായിട്ട്. പക്ഷേ നമുക്ക് ആ എക്സ്പീരിയൻസിൻ്റെ കാര്യം വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് നാട്ടിലെ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് നാട്ടിലെ എക്സ്പീരിയൻസ് കാണിക്കാനായിട്ടൊന്നുമില്ല. എനിക്കൊരു ഗ്യാപ്പ് പോലും ഇല്ലായിരുന്നു എൻ്റെ ആ ഒരു സ്റ്റഡി ടൈമിൽ. അപ്പം അതൊന്ന് പ്രൂവ് ചെയ്യാൻ പോലും പറ്റില്ല. ഇപ്പം ചിലവർ പറയും ഫേക്കായിട്ടൊക്കെ കാണിച്ചിട്ട് നമുക്ക് കുറച്ച് വർക്ക് ചെയ്ത് അങ്ങനെ കയറിയവരും ഉണ്ട് കേട്ടോ. അത് പക്ഷേ അതത്രയ്ക്ക് നമ്മൾ പറഞ്ഞ് നമ്മൾ നിൽക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് അവർക്ക് മനസ്സിലാവണം, എങ്കിലേ അത് നടക്കുകയുള്ളൂ. അപ്പം പിന്നെ ഫേക്കൊക്കെ കാണിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം കട്ടപ്പൊക്കെയാണ്. പിന്നെ അപ്പോൾ നമ്മൾ അതൊക്കെ വിടും. ഇങ്ങനെ വേറൊരു കൺട്രിയിൽ വന്നിട്ട് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും പേടിച്ച് നിൽക്കും. അപ്പം അതാണ്. അപ്പം ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു 3 to 5 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, എന്നിട്ട് നിങ്ങൾ MBA എടുക്കുവാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ നെറ്റ്വർക്കിംഗ് നമ്മൾ ചെയ്യും. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ ഏതൊക്കെ ഫീൽഡിലായിരിക്കും. പിന്നെ സ്കിൽഡ് ഒക്കുപേഷൻ ലിസ്റ്റ് നോക്കുക, ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റ് നോക്കുക, അതിൽ ഏതൊക്കെ ഫീൽഡിലായിരിക്കും. അപ്പോൾ ആ ഒരു ഫീൽഡിൽ ഇവിടെ വന്നിട്ട് ആ ഒരു സ്റ്റുഡൻറ്റ് വിസ പീരീഡിലോ അല്ലെങ്കിൽ പോസിറ്റീവ് വർക്ക് വിസ പീരീഡിലോ നമ്മൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ നോക്കുക. അതൊരു ലോങ് ടൈമാണ്. നമുക്ക് ഒരു 4 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം നമ്മൾ മാക്സിമം അതിനുവേണ്ടി മാത്രം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് അങ്ങനെ വരുന്നതിൽ കുറച്ച് ഓക്കെ ആണ് എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നി, നിങ്ങൾ ഇങ്ങോട്ട് കയറി വരാതിരിക്കാനായിട്ട് പറയാമെന്ന് വിചാരിക്കും. പക്ഷേ നമ്മളിവിടെ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ എക്സിസ്റ്റൻസിന് വേണ്ടി നമ്മൾ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാകുന്ന ആ ഒരു അവസ്ഥയുമാണ്. ഇപ്പം ഒരു ജോലിയെ ഡിഗ്നിറ്റി കുറച്ച് പറയുമോ അങ്ങനെയൊന്നും പറയുമല്ല, പക്ഷെ നമ്മൾ തന്നെ നമ്മുടെ വേ കണ്ടെത്തണം ഈ ഒരു കാര്യത്തിൽ. അപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇവിടെ പിടിച്ച് നിൽക്കാനുള്ള അല്ലെങ്കിൽ സ്കിൽഡ് വർക്കർ വിസ എന്നൊരു ഓപ്ഷനിലേക്ക് മാറാൻ സാധിക്കും. അപ്പം അതിത്രേ ഉള്ളൂ ഞാൻ ഈ പറയാമെന്ന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2-3 പേര് എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇനി വന്നിട്ട് കാര്യമുണ്ടോ എന്ന്. അപ്പോൾ അവർ ഏത് കോഴ്സ് എടുത്തതെന്നൊന്നും ഞാൻ ചോദിച്ചില്ല, ഏത് കോഴ്സിലാണ് വരുന്നതെന്നൊന്നും ഞാൻ ചോദിച്ചില്ല ആക്ച്വലി. അപ്പോൾ ഇങ്ങനത്തെ കോഴ്സുകളിലാണ് വരുന്നതെങ്കിൽ ദയവായി ഇങ്ങനെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് നാട്ടിൽ നിന്ന് വരാൻ ശ്രമിക്കുക. അതിപ്പോൾ ഏത് കൺട്രിയിൽ പോയാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.